Welcome to our YouTube channel, Pooja's official. മൂന്നരയിലാവുമ്പോൾ നമ്മളവിടെ റിസോർട്ടിലെത്തിയത്. അപ്പോൾ നമ്മൾ എത്തി, എല്ലാവരും ഒന്ന് സെറ്റായി. നമ്മൾ പെട്ടെന്ന് തന്നെ പൂളിൽ ഇറങ്ങേണ്ട പ്ലാനിലാണ്. 8 മണി വരെയാണ് പൂൾ ടൈം പറഞ്ഞിട്ടുള്ളത്. അന്നേരം പിന്നെ പിള്ളേരെല്ലാം കൊണ്ട് നമ്മൾ വേഗം തന്നെ ഇരുടാകുന്നതിലിടക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കണം എന്നുള്ള പ്ലാൻ ഉള്ളത് കൊണ്ട് നമ്മൾ വേഗം തന്നെ പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ പോയി. നല്ലൊരു റിസോർട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അടിപൊളി തന്നെയാണ്. കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾക്ക് പ്രൈവറ്റ് പൂളൊന്നും അല്ല അത്, പക്ഷേങ്കിൽ എന്നാലും ആൾക്കാർ അങ്ങനെ അവിടെ അങ്ങനെ വേറെ ആൾക്കാരുടെ ശല്യമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ ആൾക്കാരൊന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് ആ ഒരു ടൈം നമ്മുടെ പൂളിൽ അതുകൊണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായതിന് കൂടാണ്ട് മൂക്കിൻ്റെ അതേ ലെവലിലാണ് വെള്ളം ഉണ്ടാകുന്നത്. അപ്പം കാല് എത്തിപ്പിടിച്ചിട്ടാണ് വെള്ളത്തിലോട്ട് നടക്കുന്നത്. നീന്തലറിയാത്തതുകൊണ്ട് നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിന്. അൻഷൂനും എനിക്കും നീന്തലറിയില്ല, പക്ഷേങ്കിൽ ഇവർക്ക് രണ്ടാക്കും നിത്യചേട്ടനും ചിത്തുചേട്ടനും നീന്തലറിയുന്നതുകൊണ്ട് അവർ നല്ല എൻജോയ് ചെയ്തു. പിള്ളേരാണെങ്കിൽ വെള്ളത്തിലിറക്കാനും പറ്റില്ല. നിലൂന് ഭയങ്കര ആവേശം വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട്. യശ്മികൾക്ക് അത്യാവശ്യം വെള്ളം പേടിയുള്ളതുകൊണ്ട് അവൾ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ പൂളിലെ കളിയെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് ഒന്ന് ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിക്കാൻ പോന്നാ നമ്മളല്ലേ? പിള്ളേർക്ക് പാർക്ക് ഏരിയ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചായയെല്ലാം കുടിച്ച് വന്ന് അവരവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട പരിപാടിയിലാണ്.
നമുക്ക് അവിടെ ക്യാരംസും അങ്ങനെയുള്ള അത്യാവശ്യം ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിന്. ക്യാമ്പ് ഫയറെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിനൊന്നും പോയിട്ടൊന്നുമില്ല. ക്യാരംസ് കളിക്കാൻ ഇരിക്കാനൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം നമ്മൾ ക്യാരംസ് കളിക്കുന്നുണ്ട്. അവിടെ അടുത്ത് തന്നെ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ഫുഡിന് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ മന്തി കൊണ്ടുത്തന്നു. നമ്മൾ രാത്രിക്ക് മന്തിയാണ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലിയും സാമ്പാറും, പിന്നെ ഇഡ്ഡലി സാമ്പാർ ഇഷ്ടമുള്ളതൊക്കെ പുട്ട് കഴിക്കാം. പുട്ടും കടലക്കറിയും ഉണ്ടായത്. രണ്ടും ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ലേശേ കഴിച്ചിട്ടുള്ളൂ. ഇതാണ് വ്യൂ. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും അപ്സ്റ്റാറിലുള്ള വ്യൂ ആണിത്. അവിടെ ഉള്ള വ്യൂ ചുറ്റിലും ഫോറസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാന്ന്. 11 മണിയായല്ലേ? 11 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യേണ്ട ടൈം. ഇതാ എല്ലാവരും ഇതാ റെഡിയായി. ഇനി എവിടെയാ പോകുന്ന ചിത്തോടെ നമ്മള് മറ്റൊരു വാഴ ആടിയിരിക്കുന്നുണ്ട്. ഇന്നലെ ഫുഡ് കഴിച്ച സ്ഥലത്ത് തന്നെ നമ്മൾ ഇന്നും ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഈ റെസ്റ്റോറൻറ്റിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇവർക്ക് രണ്ടാക്കും മീൽസ് വേണമെന്ന് പറഞ്ഞ മീൽസ് കഴിക്കുന്നത്. അൻഷുവിന് റൈസും ബീഫും, ഞാൻ സ്ഥിരം ഫ്രൈഡ് റൈസ്. നമ്മൾ രണ്ടാളും മാത്രം ഐസ്ക്രീം കുടിച്ചിട്ട് എസ്കേപ്പ് അടിച്ച് പിള്ളേർ ആടി ഇരുന്നിട്ടുണ്ട്. നെന്തിചാട്ടനോ ചിത്തുചാട്ടനോ ഉണ്ട് പിള്ളേരെ നോക്കുന്നു. അപ്പം വിചാരിച്ചു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് കഴിക്കാന്ന്. പിള്ളേരെ കാണാണ്ട് കഴിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ സിനിമ കണ്ടിറങ്ങി. നല്ല അടിപൊളി. ഇവള് കരഞ്ഞിട്ട് ഗൈസ്. ഇവള് ജിത്തോടിന് ഒരേപോലെ ഒരേ കരഞ്ഞിട്ടൊന്നുമില്ല. നമ്മളെ അടുത്തേക്കാ പോകുന്ന ജിത്തോട്ടാ. നമ്മള് നാട്ടിലേക്ക് പോന്ന കണ്ട് അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് എത്താൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ വയനാട് യാത്ര അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ അവർ വീട്ടിൽ കയറിയിട്ടൊന്നുമില്ല. അവരിനി ഉത്സവത്തിന് വരാമെന്ന് പറഞ്ഞ് നമ്മൾ ഉത്സവം മുണ്ടേമ്പറമ്പ് അമ്പലത്തിൽ 26, 27 ആ ഒരു ടൈം. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.